അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 30-ാം സങ്കീർത്തനം 6-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. എല്ലാവരാലും തള്ളപ്പെട്ട നാളുകളിൽ ആരും തന്നെ ഗവനിക്കാതിരുന്ന ബാല്യകാലത്ത് ദാവീദിൻ്റെ കയ്യിൽ ഒരു കിന്നരമുണ്ടായിരുന്നു. എല്ലാ സമയത്തും കിന്നരം വായിച്ച് ദൈവത്തെ ദാവീദ് പാടി സ്തുതിക്കുമായിരുന്നു. ഇസ്രയേലിൻ്റെ മധുര ഗായകനായിരുന്നു ദാവീദ്. അനേക നാളുകൾ താൻ ആളുകളെ മേച്ചുകൊണ്ട് ജീവിച്ചു. വീട്ടിൽ എത്ര വലിയ ഗസ്റ്റ് വന്നാലും ദാവീദ് അറിയുമായിരുന്നില്ല. രാവിലെ അല്പം ആഹാരം കഴിക്കുകയും ഉച്ചയ്ക്കുള്ള ആഹാരം പൊതിഞ്ഞ് ഇടയസഞ്ചിയിൽ കരുതുകയും ചെയ്യും. ആടിനെ തീറ്റിയതിനു ശേഷം സന്ധ്യാസമയത്ത് തിരികെ ഭവനത്തിൽ എത്തുകയും ആടുകളെ അതിൻ്റെ ആലയിലാക്കിക്കൊണ്ട് ക്ഷീണിതനായി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. മറ്റാരുമായും വലിയ ചങ്ങാത്തം ഇല്ലാതിരുന്ന കാലം അവൻ്റെ മാതാപിതാക്കൾ അവനെ കണ്ടിരുന്നത് ഉള്ളതിൽ ഇളയവൻ എന്ന രീതിയിലായിരുന്നു. മൂത്ത സഹോദരന്മാർ അവനെ കണ്ടത് ആ കുറേ ആടുള്ളതിന് അന്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പട കാണുവാൻ നടക്കുന്നവൻ എന്ന രീതിയിലായിരുന്നു. ദാവീദ് ആർക്കും സമ്മതൻ അല്ലായിരുന്നു. ആടുകളെ തീറ്റുന്നവനെ ആര് വിലമതിക്കുവാനാണ്? ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവം അവന് നല്ല കൂട്ടുകാരനായി അവനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. കിന്നരം അവൻ താഴെ വെച്ചിട്ടില്ല. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവനെ പോലെ അവൻ യഹോവയിൽ സന്തോഷിച്ചു. സിംഹം വന്നതും കരടി വന്നതും അവനൊരു പ്രശ്നമായിരുന്നില്ല. കാരണം സിംഹം വന്നപ്പോഴും കരടി വന്നപ്പോഴും അവൻ വിളിക്കാതെ തന്നെ അവനോട് കൂടെ ദൈവം ഓടി അവനിൽ കൂടി രണ്ടിനെയും വകവരുത്തി. അവനത് മാതാപിതാക്കളോടോ സഹോദരന്മാരോടോ പറഞ്ഞിരുന്നെങ്കിൽ പട്ടാളക്കാരായ സഹോദരന്മാർ നീ പട കാണുവാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമായിരുന്നില്ല. എത്ര പ്രതിസന്ധി വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്ത ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവാകുവാൻ ദൈവം തിരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴാണ് ദൈവത്തെ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴാണ് യഥാർത്ഥ സ്നേഹിതരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുന്ന സ്നേഹിതന്മാരെ അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുന്ന നല്ല സ്നേഹിതൻ എല്ലാ കാലത്തും കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. മറ്റെല്ലാവരും ക്ഷീണിച്ചു പോകും. അതിനാരെയും നാം കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം നാം ആരെങ്കിലും ക്ഷീണിച്ചു പോകുമല്ലോ. എന്നാൽ നമ്മുടെ യേശു കർത്താവ് ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല. കാരണം പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിന് നമ്മെ സഹായിക്കുവാനുള്ള കഴിവുണ്ട്. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ഇശായിയുടെ വീട്ടിൽ ചെല്ലുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് ശമൂവേൽ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുന്നത് എന്ന കാര്യം മറച്ചു പിടിച്ചു. ശൗൽ രാജാവിനെ ഭയന്നിട്ടാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഒരു യാഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരം ഇശായിയെ ശമൂവേൽ അറിയിച്ചത്. ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്ത് രാജാവായി വാഴിച്ച ശമൂവേൽ ഇസ്രയേലിൽ ബഹുമാന്യൻ തന്നെയാണ്. രാജാവിനേക്കാളും പ്രമുഖനായ ഒരു വ്യക്തി വീട്ടിൽ വരുന്ന അന്ന് രാവിലെയും മാതാപിതാക്കളും സഹോദരന്മാരും ദാവീദിനെ കാട്ടിലേക്ക് അയച്ചു. വീട്ടിൽ ശമൂവേലിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങളെല്ലാം നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളെല്ലാം പാകം ചെയ്യുന്നത് ദാവീദ് കാണുന്നുണ്ട്. എങ്കിലും ദാവീദ് ആടുകളുമായി വനത്തിൽ പോകേണ്ടി വന്നു. എന്നാൽ ദൈവത്തെ മാനിക്കുന്ന തൻ്റെ മകനെ അന്ന് വലിയവനാക്കുവാൻ ദൈവം നിശ്ചയിച്ചതിനാൽ അന്നും ദാവീദ് ആടിനെയും കൊണ്ട് വനത്തിലേക്ക് പോയി. എല്ലാ മക്കളും ശമൂവേലിൻ്റെ മുമ്പിൽ വന്നിട്ടും അഭിഷേക കൊമ്പിലെ തൈലം അനങ്ങിയില്ല. ഓരോ വ്യക്തികൾ ശമൂവേലിൻ്റെ മുമ്പിൽ വരുമ്പോഴും ഞാൻ അവനെ തള്ളിയിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. എല്ലാ മക്കളെയും ശമൂവേലിൻ്റെ മുമ്പിൽ ഇശായി കൊണ്ടുവന്നു. ആരെയും അഭിഷേകം ചെയ്തില്ല. അവസാനം ശമൂവേൽ ചോദിക്കുകയാണ്, നിനക്ക് മറ്റു മക്കൾ ആരുമില്ലയോ എന്ന്. ഉള്ളതിൽ ഇളയവൻ ആടിനെ തീറ്റുകയാകുന്നുവെന്ന് മറുപടി ശമൂവേലിന് ലഭിച്ചു. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ല എന്നായിരുന്നു ശമൂവേൽ തിരിച്ചു കൊടുത്ത മറുപടി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മെ ആരും മഹത്വപ്പെടുത്തുകയില്ല. കാരണം
മറ്റുള്ളവർ നമ്മെ വലിയവനാക്കിയെന്ന് പറയുവാൻ ദൈവം ആരെയും ഒരിക്കലും സമ്മതിക്കുകയില്ല. ആകയാൽ മനുഷ്യരുടെ പുകഴ്ചയേക്കാൾ ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ച ചില പ്രമാണിമാരെ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 42-43 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. മാതാപിതാക്കളും സഹോദരന്മാരും ശമൂവേൽ വരുന്ന കാര്യം ദാവീദിനെ അറിയിക്കുക പോലും ചെയ്തില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ ഭവനത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ശമൂവേലിനെ സ്വീകരിക്കുവാൻ ബന്ധപ്പെടുമ്പോൾ ദാവീദ് വനാന്തരത്തിൽ ശമൂവേലിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് പാടി സ്തുതിക്കുകയായിരുന്നു. പലതിനെ ചൊല്ലി വിലപിച്ചും മനം കലങ്ങുകയും മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയാതെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താമെങ്കിൽ അവൻ നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുക തന്നെ ചെയ്യും. ശമൂവേലിൻ്റെ വരവ് പോലും വേണ്ട വിധത്തിൽ ദാവീദിനോട് പറയാതിരുന്ന മാതാപിതാക്കൾ ശമൂവേലിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അത്ഭുതപ്പെട്ടു പോയി. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കുകയില്ല എന്നാണ് ശമൂവേൽ പറഞ്ഞത്. ശമൂവേലിൻ്റെ മുമ്പിലേക്ക് വരുന്ന ദാവീദിൻ്റെ മുഖശോഭ, അവൻ്റെ സന്തോഷം, ദൈവം അവന് കൊടുത്ത മാന്യത എത്ര വലിയതായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ശമൂവേൽ തന്നെ ആ കൊച്ചുമുടുക്കനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് കാണും. ഇടയ ചെറുക്കൻ്റെ വേഷം, അരയിൽ ഒരു ഇടയ സഞ്ചി, തോളിൽ ഒരു കിന്നരവും, കയ്യിൽ ആടിനെ ഇല ഒടിച്ചു കൊടുക്കുന്ന ഒരു കോലും, ശത്രു മൃഗങ്ങളെ അടിക്കുന്നതിനും ആടുകളെ നിയന്ത്രിക്കുന്നതിനുമായി ഒരു വടിയും പിടിച്ചുകൊണ്ട് അതാ ദാവീദ് കടന്നു വരുന്നു. പവിഴ നിറമുള്ളവനാണവൻ, നന്നേ ബാലനാണവൻ, സുനേത്രനാണവൻ, മനോഹര ഗായകനാണവൻ. അവൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവൻ്റെ സഹോദരന്മാർ എഴുന്നേറ്റ് നിന്നത് മിക്കവാറും കുശുമ്പ് കൊണ്ടായിരിക്കുവാനാണ് സാധ്യത. എങ്കിലും എഴുന്നേറ്റ് നിന്നല്ലേ ഒക്കൂ. അതെ, ദൈവം ഒരു വ്യക്തിയെ മാനിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം നിന്നെ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വാക്കുകളോടെ ശമൂവേൽ അഭിഷേക കൊമ്പിലെ അഭിഷേക തൈലം ദാവീദിൻ്റെ തലയിൽ ഒഴിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ദാവീദിൻ്റെ ഭവനത്തിലുള്ളവർ മാത്രമല്ല, സ്വർഗത്തിലെ ദൂതന്മാരും ആ സമയം എഴുന്നേറ്റ് നിന്ന് കാണും. ഞാൻ എൻ്റെ ആശയം ഇവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. ദൂതന്മാർ ഇരിക്കുകയാണോ എന്ന് നമുക്ക് അറിയുകയില്ലല്ലോ. അഭിഷേക തൈലം ദാവീദിൻ്റെ തലയിൽ വീണ അന്ന് മുതൽ ദൈവം അവനെ ഉയർത്തുവാൻ തുടങ്ങി. അവൻ്റെ ഉയർച്ചയ്ക്കനുസരിച്ച് അവന് കഷ്ടതയും നേരിട്ടു. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരെ സാത്താന് ഭയമില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതികൂലങ്ങളും ആരോപണങ്ങളും കഷ്ടതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിന് കാരണം നാം ഒന്ന് മടുക്കണം, നാം പകയ്ക്കണം, നാം നിരാശരായി തീരണം. അതാണ് ദുഷ്ടൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിക്കണമെന്ന് ദൈവാത്മാവിൽ നിറഞ്ഞ് പൗലോസ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശൗൽ രാജാവ് ദാവീദിൻ്റെ ഉയർച്ചയിൽ അസൂയ ഉള്ളവനായി തീർന്നു. തൻ്റെ രാജ്യത്വം മകന് കൊടുക്കുവാൻ ആഗ്രഹിച്ച ശൗലിന് ദാവീദ് ഒരു പേടി സ്വപ്നമായി. അതുകൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ തന്നെ ശൗൽ തീരുമാനിച്ചു. എന്നാൽ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ദാവീദിനെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഒടുവിൽ ശൗൽ അവൻ്റെ മക്കളോടൊപ്പം ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി. ദൈവം ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ദാവീദ് വളരെ കഷ്ടത്തിലായിരുന്ന കാലത്തൊക്കെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമായിരുന്നു. ചെറിയൊരു തെറ്റുപോലും തന്നിൽ നിന്നും വരുന്നില്ല എന്ന് ദാവീദ് ഉറപ്പുവരുത്തുമായിരുന്നു. എന്നാൽ തൻ്റെ ഭാവനയിൽ സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ഇസ്രയേൽ രാജപദവിയിൽ താൻ സ്ഥിരമായി എന്ന് അവന് മനസ്സിലായി. ഇപ്പോൾ അവൻ കിന്നരൻ താഴെ വെച്ചു. അവനവൻ്റെ കൈക്കരുത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. ദൈവവുമായുള്ള ബന്ധം അനുദിനം കുറഞ്ഞു വന്നു. അവൻ്റെ പട്ടാളത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും ശത്രുക്കളെ നിർമൂലമാക്കുവാനും വെള്ളിയും പൊന്നും അനവധിയായി സമ്പാദിക്കുന്നതിനും അവൻ ഓടി നടന്നു. ആരാധനയെല്ലാം അതിനായി നിയോഗിച്ച ആളുകൾ തവണകളായി നടത്തുകയാണ്. ദാവീദിൻ്റെ ആരാധന ജീവിതവും ദൈവവുമായുള്ള ബന്ധവും ദൈവസ്നേഹവും അല്പാൽപമായി കുറഞ്ഞു വന്നു. ഒരു ദിവസം അത് സംഭവിച്ചു. അവൻ ബത്ശേബയെ കണ്ടു. കാരണം അവൻ ചിന്തിച്ചു, ഇനി അവന് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്ന്. അവൻ പാപത്തിൽ വീണു. അതുമൂലമുണ്ടായ പ്രതിസന്ധി മാറ്റുവാൻ ഊരിയാവിനെ അവൻ വഞ്ചിക്കുവാനും ബത്ശേബയുടെ ഉദരത്തിലെ കുഞ്ഞിൻ്റെ പുതൃത്വം ഊരിയാവിൻ്റെ മേൽ കെട്ടിവയ്ക്കുവാനും ദാവീദ് 2 പ്രാവശ്യം ശ്രമിച്ചു. ദൈവം അതിനെ സമ്മതിച്ചില്ല. ദാവീദിനെ സഹായിക്കുന്ന ദൈവം അവൻ്റെ ദുഷ്പ്രവൃത്തികൾ കാണുന്നുണ്ടെന്ന ചിന്ത അവനെ
നഷ്ടമായി പോയിരുന്നു. കാരണം ഇപ്പോൾ ദാവീദിന് ന്യായപ്രമാണം വായിക്കുവാൻ സമയമില്ല. കിന്നരം എടുക്കുന്ന കൈകളിൽ വാളും കുന്തവുമാണ്. ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ടിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ അന്യജാതിക്കാരത്തിയായ ബത്ശേബയാണ്. ദൈവം വസിച്ചിരുന്ന ദാവീദിൻ്റെ ഹൃദയത്തിൽ എങ്ങനെയെങ്കിലും ഊരിയാവിനെ കൊല്ലണമെന്ന ചിന്തയാണ്. അത് ദാവീദ് അത് തന്നെ ചെയ്തു. തന്നെ കൊല്ലുവാനായ ശക്തന്മാരായ 3000 പട്ടാൾക്കാരുമായി തന്നെ പിന്തുടർന്ന ശൗൽ രാജാവിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചതിനാൽ പാപഭാരം മൂലം ഹൃദയം നുറുങ്ങിക്കരഞ്ഞവനായ ദാവീദ് തൻ്റെ സുഖകാലത്ത് തൻ്റെ വിശ്വസ്തനായ പ്രധാനമന്ത്രി അഹിതോഫിലിനെ വഞ്ചിച്ചു. തൻ്റെ 30 പ്രധാന പട്ടാള ഓഫീസർമാരിൽ ഒരുവനും അഹിതോഫിലിൻ്റെ മകനുമായ ഏലിയാബിനെ വഞ്ചിച്ചു. ഏലിയാബിൻ്റെ മകളായ ബത്ശേബയുമായി ദാവീദ് തെറ്റ് ചെയ്തു. അതും ദൈവം വെറുക്കുന്നതും ഇസ്രയേലിൽ യാഗമില്ലാത്തതുമായ പാപം തന്നെ. അതുകൂടാതെ ദാവീദിൻ്റെ 30 പട്ടാള ഓഫീസർമാർ ഒരുവനും ബത്ശേബയുടെ ഭർത്താവുമായ വിശ്വസ്തനായ ഊരിയാവിനെ ക്രൂരമായി വഞ്ചിച്ച് വാൾ കൊണ്ട് കൊല്ലിച്ചു. ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും ദാവീദിന് അല്പം പോലും പാപബോധമുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ന്യായപ്രമാണ വായനയും ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന സ്വഭാവവും കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന സ്വഭാവവും എല്ലാം നിന്നുപോയിരുന്നു. അല്പം പോലും ദൈവഭയമോ പാപഭാരമോ ഹൃദയത്തകർച്ചയോ ഇല്ലാത്തവനായി ദൈവസന്നിധി വിട്ടവൻ അബദ്ധസഞ്ചാരം നടത്തുകയാണിപ്പോൾ. എന്നാൽ ദൈവം അവനെ ഒന്ന് തൊട്ടു. ദേഹിയാത്മാവിൽ ദാവീദ് കഠിനമായും ശിക്ഷിക്കപ്പെട്ടു. ഒടുവിൽ ദാവീദ് ദൈവത്തെ ശരിയായി തിരിച്ചറിഞ്ഞു. അവൻ്റെ കഷ്ടകാല സമയം വീണ്ടും വന്നെത്തിയപ്പോൾ തൻ്റെ കഷ്ടകാലത്ത് തന്നെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ച കർത്താവിനെ വീണ്ടും അന്വേഷിക്കുവാനും അവൻ്റെ ന്യായപ്രമാണം വായിക്കുവാനും ദൈവകൽപ്പനകൾ കൃത്യമായി അനുസരിക്കുവാനും അവൻ ആരംഭിച്ചു. കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴും ഞാൻ നിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നുവെന്ന് 119 സങ്കീർത്തനം 67 വാക്യത്തിൽ ദാവീദ് കുറിച്ചു വെച്ചു. അതേ ദാവീദ് 30 സങ്കീർത്തനം 6 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപത്തിന് ശിക്ഷ കൊടുക്കുന്നവനാണ് യഹോവ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. നാം നിത്യനരകത്തിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണത്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം സാത്താൻ്റെ മകൻ ആയാൽ സാത്താൻ്റെ പാർപ്പിടമായ നരകത്തിൽ നാം അവനോടൊപ്പം വീഴേണ്ടി വരും എന്നതിനാൽ ആണ് യേശു നമ്മോട് കൽപ്പിക്കുന്നത് ഇനി പാപം ചെയ്യരുത് എന്ന്. നമ്മുടെ ജീവിതത്തിലെല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വരുമ്പോഴാണ് സാത്താൻ നമ്മെ പാപത്തിൽ വീഴിക്കുവാൻ അടുത്തു വരുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആകെ എല്ലാ സമയത്തും ദൈവഭയത്തോടെ ജീവിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും മരണശേഷം നിത്യജീവനവാസികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.